അപ്പോൾ നമ്മൾ ഇന്ന് അട്ടപ്പാടിയിലെ ശ്രീ മല്ലേശ്വര ടെമ്പിളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നടന്ന് പോവുകയാണ്, ബസ്സൊക്കെ കയറിയാണ് പോകുന്നത്. നമ്മളിതാ അവിടുന്ന് ഒരു പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലെ ചെമ്മന്നൂർ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ പ്രധാന ദൈവം മല്ലേശ്വരനാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠയുള്ളതിനാൽ ഭഗവതിക്കും മറ്റ് ആരാധനാ ദൈവങ്ങൾക്കും നിരക്കുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പൂജകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഇരുളരാണ്. ഇരുളർ എന്ന് പറഞ്ഞ ഒരു സമുദായക്കാരാണ് ഇത് നോക്കി നടത്തുന്നത്. ഇവിടെ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് കേൾക്കാം. പ്രാദേശിക പൗരാണിക കഥ പ്രകാരം ഭഗവാൻ ശിവനും പാർവതിയും അട്ടപ്പാടിയിലെ മലനിരകളിലൂടെ നടന്നു വന്നപ്പോൾ ഇവിടെ എത്തിയതായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ അമ്പലത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ് കേട്ടോ. ആ ശിവരാത്രി ദിവസം ഇവർ പ്രത്യേക പൂജകളും പെരുമകളുമാണ് നടത്തി വരുന്നത്. ഈ മല്ലേശ്വര ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പുരാണകഥ അനുസരിച്ച് മല്ലേശ്വരൻ ശിവൻ ഇവിടെ തപസ്യ ചെയ്തതായിട്ട് ഇവിടെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ അട്ടപ്പാടിയിലെ ആദിവാസികൾ ശിവനെ ഇവിടുത്തെ മല്ലദൈവമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് ശിവരാത്രി ദിവസം ഇവിടുത്തെ ശിവനെ കണ്ടാൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം മാറുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. മനസ്സിലുള്ള ആശകൾ നിറവേറുകയും മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു വരുന്നത്. ശിവരാത്രി ദിവസം ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ മല കയറി ഈ ശിവഭഗവാനെ കാണാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്, ബൈ.